നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇനിയൊന്ന് നന്നായിട്ട് വിശ്രമിക്കണം. അടുത്തത് ബ്രസീലാണ്. പറയുന്നത് തിയാഗോ അൽമെയ്ഡയാണ്. അർജന്റീന ഉറുഗ്വായ്ക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചു കയറുമ്പോൾ അവരുടെ വിജയ ഗോൾ നേടിയത് തിയാഗോ അൽമെയ്ഡയായിരുന്നു. അതൊരു കിടിലൻ ഗോളായിരുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നത്, ഞാൻ വളരെയധികം ആങ്ഷ്യസ് ആയിരുന്നു, എന്തുകൊണ്ട് എന്നെ ടീമിലെടുത്തു എന്നുള്ളത് എനിക്ക് കാണിക്കണമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. കളിക്ക് ശേഷം തിയാഗോ അൽമെയ്ഡ പറയുന്നു, ഞാൻ കുറച്ച് ആങ്ഷ്യസ് ആയിരുന്നു. കാരണം എനിക്ക് കളിക്കാനുള്ള ഒരു ആകാംക്ഷയും ത്വരയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ ടീമിലെടുത്തു എന്നുള്ളത് എനിക്ക് കാണിക്കണമായിരുന്നു. ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. പക്ഷേ ഞങ്ങൾ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു, വിജയിച്ച് കയറി. ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് ഞങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുകയുണ്ടായി. പിന്നീട് ഞങ്ങൾ സെറ്റിൽഡായി. പിന്നെ മികച്ച രൂപത്തിൽ ബോൾ കൺട്രോൾ ചെയ്തു, സ്പേസ് കണ്ടെത്തി, ഞങ്ങളുടേതായിട്ടുള്ള കളി കളിച്ചു. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ടീമിനോട് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് കഴിയാവുന്ന പോലെ അഡാപ്റ്റഡ് ആവാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അടുത്ത മത്സരം ബ്രസീലിനെതിരെയാണ്. ഇനിയൊന്ന് വിശ്രമിക്കണം, എന്നിട്ട് നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം. ബ്രസീലിനെതിരെ അടുത്തത് ബ്രസീലാണ് എന്നാണ് ഇപ്പോൾ തിയാഗോ അൽമെയ്ഡ പറയുന്നത്. എന്തായാലും ബ്രസീലിനെതിരെയും അൽമെയ്ഡയുടെ മാജിക് ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. അത്രയും ടാലൻറ്റഡ് ആണ് അൽമെയ്ഡ, അതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, അതാണ് അർജന്റീന പോലൊരു ടീമിൽ ചെയ്യേണ്ടത്. അത് അദ്ദേഹം കൃത്യമായിട്ട് ഇപ്പോൾ ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഒരു കളിയിൽ അദ്ദേഹം നേടിയിട്ടുള്ള ആ ഒരു കിടിലൻ ഗോള്, അത് കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കലോനി അദ്ദേഹത്തിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം താരം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. സ്കലോനിയും താരത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, തിയാഗോ അൽമെയ്ഡയുടെ മികവ് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്തിയതിൽ വലിയ സന്തോഷമുണ്ട് എന്നുകൂടി ഇപ്പോൾ ലയണൽ സ്കലോനിയും പറയുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ടീമിന് എത്രത്തോളം ഉപകാരപ്പെടും അൽമെയ്ഡ എന്നുള്ളത് വരും മത്സരങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ഈ കളിയിൽ ഒരു ഗോൾ അദ്ദേഹം നേടി, 2 ഷോട്ടുകളാണ് ഓൺ ടാർഗറ്റിലേക്ക് പോയത്. അതായത് ആകെ 3 ഷോട്ടുകൾ തീർത്തു, 2 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക്. 36 പാസുകളിൽ 34 എണ്ണം സക്സസ്ഫുള്ളായി എന്ന് പറയുമ്പോൾ 94% അദ്ദേഹത്തിൻ്റെ ആ ഒരു സക്സസ് റേറ്റ്. 9 ബോൾ റിക്കവറീസ് അദ്ദേഹം നടത്തുകയുണ്ടായി, 2 ടാക്കിളുകൾ നടത്തി, 1 ഇന്റർസെപ്ഷൻ. അങ്ങനെ മികച്ച പ്രകടനമാണ് തിയാഗോ അൽമെയ്ഡ നടത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.